നീതിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് എലിസബത്ത് ഉദയൻ. നടൻ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് എലിസബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നുമെല്ലാമാണ് എലിസബത്ത് ആരോപിച്ചത്. പക്ഷേ ഇതുവരെയും കേസ് എന്ന രീതിക്ക് എലിസബത്ത് നീങ്ങിയിട്ടില്ല. തനിക്ക് നീതി കിട്ടാൻ വേണ്ടിയല്ല എല്ലാം തുറന്നു പറഞ്ഞതെന്നും എലിസബത്ത് പറയുന്നു. ഇനി ആരും അയാളുടെ കെണിയിൽ പെടരുതെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും എലിസബത്ത് പറഞ്ഞു. താൻ ഇല്ലാതായാലും സത്യങ്ങൾ ആളുകൾ അറിയണമെന്നുള്ളതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ വഴി വീഡിയോ പങ്കുവെക്കുന്നതെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എലിസബത്ത് വീഡിയോ ഒന്നും പങ്കുവച്ചിരുന്നില്ല. അതിനാൽ തന്നെ എലിസബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന ഭയം ജനങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും എലിസബത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കമൻറ്റും മെസ്സേജും അയച്ചിരുന്നു. ഇപ്പോഴിതാ എന്തുകൊണ്ടാണ് താൻ വീഡിയോ പങ്കുവെക്കാതിരുന്നതെന്ന് വ്യക്തമായി പറഞ്ഞെത്തിയിരിക്കുകയാണ് എലിസബത്ത്. കുറച്ചു മുമ്പ് തനിക്കുണ്ടായ അപകടത്തെക്കുറിച്ചും എലിസബത്ത് വീഡിയോയിൽ വെളിപ്പെടുത്തി. ഈ നിമിഷം വരെ താൻ സേഫാണെന്നും എന്നാൽ അടുത്ത നിമിഷം എന്തായിരിക്കും സംഭവിക്കുകയെന്ന് പറയാൻ കഴിയില്ലെന്നും എലിസബത്ത് പറയുന്നു. തൻ്റെയും കുടുംബത്തിൻ്റെയും ജീവന് ഭീഷണിയുള്ളതായും എലിസബത്ത് ആവർത്തിച്ചു. 3-4 ദിവസമായി ഞാൻ വീഡിയോ ഒന്നും ഇട്ടിരുന്നില്ല. കമൻസിലൂടെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഇതുവരെ സേഫാണ്. അത്രയേ പറയാൻ പറ്റൂ. കാരണം അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നറിയില്ല. വീഡിയോ ചെയ്യാനുള്ള മാനസിക സ്ഥിതിയിലായിരുന്നില്ല. ഭയങ്കര വിഷമവും പേടിയും എല്ലാമായിരുന്നു. എന്നെ മാത്രമല്ല ഇതെല്ലാം ബാധിക്കുന്നത്. പല ഭീഷണികളും വരുന്നുണ്ട്. ഞാൻ കാരണം പലരുടെയും ജീവന് ഭീഷണി വരുന്ന കണ്ടീഷൻ കണ്ടു. എന്നിട്ടും ആർക്കും ഒന്നും പ്രതികരിക്കാനില്ല. മാത്രമല്ല ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നത് ഞാൻ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ലെന്നാണ്. അതേസമയം തോക്കുമായി ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത ആളുകളുണ്ടല്ലോ, അവർക്കെല്ലാം മോശം പ്രതികരണമാണ് ലഭിക്കുന്നത്. ഒന്നിനും പരിഹാരമായിട്ടില്ല. കുറച്ചു മുൻപ് ഞങ്ങൾ കാറിൽ വരുമ്പോൾ കാറിൽ മറ്റൊരു വാഹനം ഇടിച്ചു. ഒരു തവണ ഇടിച്ചാൽ അറിയാതെ സംഭവിച്ചതാണെന്ന് കരുതാം. പക്ഷേ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വന്നിടിച്ചു. വലിയ കേടുപാടുകളൊന്നും ഞങ്ങളുടെ വാഹനത്തിനുണ്ടായിട്ടില്ല. ഈ സംഭവത്തിന് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധമുണ്ടോ എന്നത് വ്യക്തമല്ല. അപകടം കണ്ടപ്പോൾ ഒന്നുകിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ചു, അല്ലെങ്കിൽ ഭീഷണി എന്ന പോലെ മനഃപൂർവ്വം വാഹനത്തിൽ കൊണ്ടുവന്നിടിച്ചു. 3 തവണ ഇടിച്ചു. ഞാനിപ്പോൾ സേഫാണ്. എൻ്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തതിന് പലർക്കും സ്ട്രൈക്കും കോപ്പിറൈറ്റ് ഇഷ്യൂവും വന്നുവെന്നറിഞ്ഞു. അവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നീതി കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ല ഞാൻ വീഡിയോകൾ ഇടുന്നത്. എൻ്റെ ഉദ്ദേശം ഞാൻ ചത്താലും എനിക്കറിയാവുന്നതും എനിക്ക് സംഭവിച്ചതും എൻ്റെ മുന്നിൽ വെച്ച് നടന്നതുമായ ക്രിമിനൽ ഒഫൻസുകൾ എല്ലാവരെയും എനിക്ക് അറിയിക്കണം. ഇനി ആളുകൾ പോയി പെടരുത്. സിനിമയിൽ ചാൻസ് ചോദിച്ചതിൻ്റെ പേരിൽ കാല് തിരുമിക്കുന്ന പരിപാടിയിൽ ഇനി ആളുകൾ പോയി പെടരുതെന്നും എനിക്കുണ്ട്. ഗസ്റ്റ് ഹൗസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ ശേഷം പലരും എന്നെ വിളിച്ച് അവർക്ക് ചില കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നുണ്ട്. നമ്പർ തരാമെന്നും പറയുന്നുണ്ട്. ഞാൻ എന്തിനതൊക്കെ വിളിച്ചന്വേഷിക്കണം? എൻ്റെ ഉത്തരവാദിത്തമാണോ ഇതൊക്കെ? എനിക്കുണ്ടായ അനുഭവങ്ങളിൽ കേസ് കൊടുക്കാൻ മാത്രമേ എനിക്ക് സാധിക്കൂ. മറ്റുള്ളവർ പെടരുതെന്ന് കരുതി ഞാൻ തുറന്നു പറഞ്ഞ കാര്യങ്ങളിൽ പ്രതികരണം വരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലല്ലോ എന്നാണ് എലിസബത്ത് ചോദിച്ചത്. ബാലയുടെ മുൻ ഭാര്യ അമൃത സുരേഷിൻ്റെ കുടുംബം എലിസബത്തിന് ജനങ്ങൾ നൽകുന്ന പിന്തുണയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലും തൻ്റെ നിലപാട് എലിസബത്ത് പുതിയ വീഡിയോയിൽ വ്യക്തമാക്കി. പലരും പറയുന്നത് കേട്ടു, ഞങ്ങൾ 14 വർഷം ഇതൊക്കെ അനുഭവിച്ചതാണ്. എലിസബത്ത് 2 വർഷം മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. 2 വർഷം അനുഭവിച്ചപ്പോഴേക്കും എലിസബത്തിന് ഇത്രത്തോളം പിന്തുണ കിട്ടി. ഞങ്ങൾക്ക് സംഭവിച്ചപ്പോൾ ആരും പിന്തുണച്ചില്ല എന്നൊക്കെ. എനിക്ക് സപ്പോർട്ട് തരണമെന്നോ വേണ്ടെന്നോ ഇല്ല. ഞാൻ അനുഭവിച്ചത് ആളുകൾ അറിയണം. ആരും ഇതിൽ പെടരുത്. ഞാനത് മാത്രമാണ് ചിന്തിച്ചത്. കേസുമായി ഞാൻ ആദ്യമായി പോയിരുന്നുവെങ്കിൽ ഇതൊന്നും പറയാൻ എനിക്ക് ചിലപ്പോൾ കഴിയുമായിരുന്നില്ല. ഇത്രയുമധികം കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടും ഇപ്പോഴും ആളുകൾ അയാളെ പിന്തുണയ്ക്കുന്നു. ഞാൻ വീഡിയോ ഇടാൻ വൈകിയപ്പോൾ എൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നു. കുറച്ച് ഡിപ്രഷനുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, ചിലപ്പോൾ ഡൗൺ ആകാറുണ്ട്. എന്നിരുന്നാലും ഞാൻ എൻ്റെ കാര്യവുമായി മുന്നോട്ട് പോകും. എൻ്റെ ജീവിതം, കുടുംബം എന്നിവയെല്ലാം നാണം കെടുത്ത പരിപാടികൾ നടക്കുന്നുണ്ട്. എനിക്കും കുടുംബത്തിലെ അംഗങ്ങളുടെ ജീവനും ഭീഷണിയുണ്ട്. 10 പേരെ എന്നെ പിന്തുണയ്ക്കുന്നുള്ളൂ എങ്കിൽ എനിക്ക് അത് മതി. പോലീസ് എന്നെ പിടിച്ച് അകത്തിടുന്ന കാലം വരെ ഞാൻ പ്രതികരിക്കും. ജീവൻ കളഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. നവംബറിൽ കുറച്ചാളുകൾ എന്നെ വിളിച്ച് കേസ് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അന്ന് ഞാൻ ഡിപ്രഷൻ അനുഭവിക്കുന്ന സമയമായിരുന്നു. ഗുജറാത്തിലെ ആശുപത്രിയിൽ ബൈസ്റ്റാൻഡർ പോലുമില്ലാതെ ICUവിലായിരുന്നു. എനിക്ക് പേടിയാണ്. ഇനി സ്ട്രെസ് എടുക്കാൻ വയ്യെന്ന് ഞാൻ മറുപടി പറഞ്ഞു. അവരുടെ കരച്ചിൽ കണ്ട് എൻ്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിരുന്നു. മാത്രമല്ല ഒന്നും റെക്കോർഡ് ചെയ്യരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു. കാരണം എനിക്ക് പേടിയായിരുന്നു, നാണക്കേടായിരുന്നു. എന്നാൽ ഞാൻ കേസിന് വരില്ലെന്നറിഞ്ഞപ്പോൾ അവർ അതെല്ലാം ഒരു മീഡിയ വഴി പറഞ്ഞു. ആശുപത്രിയിൽ വയ്യാതെ കിടന്നപ്പോൾ പിന്നിൽ നിന്ന് കുത്തിയവരെ ഞാൻ വിശ്വസിക്കണോ? കോൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് അയാളും ഇവരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ സംഭവത്തിന് മുൻപ് വരെ ഇവർ ഇത്ര ചെറുപ്പകാലത്ത് ഇതൊക്കെ അനുഭവിച്ചല്ലോ എന്നുള്ള തോന്നലും ഗിൽറ്റി ഫീലും ഒക്കെ ഉണ്ടായിരുന്നു.
പിന്നെ എനിക്ക് ഒരു ഇൻഫ്ലുവൻസും ഇല്ല. പക്ഷേ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരുടെയും പിന്നിൽ നിന്ന് കുത്തിയവരുടെ സപ്പോർട്ട് എനിക്ക് വേണ്ട. അവരുടെ കൂടെ പോയി കേസ് കൊടുക്കാത്തത് എന്താണെന്ന് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. അവർ മുമ്പ് പിന്നിൽ നിന്ന് കുത്തിയപ്പോൾ ഞാൻ അനുഭവിച്ചതാണ്. എന്നെ വീട്ടിൽ കയറി വെട്ടാനും സാധ്യതയുണ്ടെന്നത് എനിക്ക് അറിയാമെന്നും പറഞ്ഞാണ് എലിസബത്ത് വീഡിയോ അവസാനിപ്പിക്കുന്നത്.